പ്ലാറ്റിനം ക്രഞ്ചിയാണ്. പ്ലാറ്റിനം സിൽക്കിൻ്റെ ആ ഒരു സിൽവർ ഫിനിഷ് വരുന്ന എന്നാൽ ക്രഞ്ചി ഫാബ്രിക്കിലുള്ള കളക്ഷനാണ്. ഫങ്ഷൻ വെയർ ആണ്. ഇതിൽ ഫുള്ളും സെൽഫ് കളർ വർക്കാണ്. നല്ല ഹെവി വർക്ക് ഉണ്ട്. അത് സെൽഫ് ടോണിലാണ് വർക്ക് കൊടുത്തേക്കുന്നത്. കളേഴ്സും കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡ്സ്. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഒരു ഓർക്കിഡ് ലാവൻഡറിൻ്റെ കളർ ഷെയ്ഡിൽ യോക്ക് കണ്ടോ, ഇതുപോലെ വരും. ഒരു സെമി വി ഷേപ്ഡ് നെക്കാണ്. ഇതും അൺഈവൻ പാറ്റേണിലാണ് അതിൻ്റെ ആ ബോർഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെൽഫ് വർക്ക്, ചെറിയ സീക്വൻസിങ്, പിന്നെ ഒരു ലീഫ് എംബ്രോയ്ഡറി ഓൾ ഓവർ സ്പ്രെഡ് ചെയ്തിങ്ങനെ ടോപ്പിൽ കൂടെ വരുന്നുണ്ട്. ഫുള്ളുണ്ടോ ചെറിയ ചെറിയ വർക്ക്സ് വരുന്നുണ്ട്. ഇതിൽ ബോട്ടം ആൻഡ് ഇന്നറും ഉണ്ട്. ഇതൊരു ഫാസ്റ്റ് മൂവിങ് കാറ്റലോഗാണ്. സിമ്പിളാണ്, സെൽഫ് വർക്കാണ്. ഒരുപാട് ഇഷ്ടമാവും. ഇങ്ങനെ ഭയങ്കര സ്റ്റിഫൊന്നും അല്ല, നല്ല ഫാബ്രിക്കാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് സ്റ്റിഫല്ല, കുറച്ചും കൂടെ ഒരു ചെറിയൊരു സ്ക്രിഫ്നെസ് ഒക്കെ ഉള്ള പോലത്തെ ഒരു ഫാബ്രിക്കാണ്. അതിൽ കൂടുതലും സിൽവർ ഫിനിഷാണ് വരിക. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ദുപ്പട്ടയുടെ ബോർഡർ കൊടുത്തേക്കുക. നെക്സ്റ്റ് സൈഡ് ജസ്റ്റ് സ്കാലപ്റ്റാണ്, സെൽഫ് കളറിൽ തന്നെ. ഇതാണ് ലുക്ക്. സോ അടുത്ത ഷെയ്ഡ് ഒരു സിൽവർ ബ്രൗൺ ആണ്. ബ്രൗണിൻ്റെ പേസ്റ്റലാണ്, അതിൽ സിൽവർ മിക്സും കൂടെ വരുന്നുണ്ട്. വർക്ക് ഇതുപോലെ സെൽഫ് കളറിലാണ് വർക്ക് കൊടുത്തേക്കുന്നത്. വളരെ എല്ലാവർക്കും എപ്പോഴും ഫാസ്റ്റ് മൂവിങ്, നമ്മൾ പ്ലാറ്റിനം ക്രാഷിലൊക്കെ സെൽഫ് വർക്ക് എപ്പോഴും ചെയ്യുമ്പം വളരെ പെട്ടെന്ന് സോൾഡ് ഇടാം, ആ ഒരു ടൈപ്പ് ഓഫ് വർക്കാണ്. പിന്നെ ഫുൾ വർക്കല്ല, ഇതിൽ വന്നിട്ട് ഈ യോക്ക് പോർഷനാണ് വർക്ക് മെയിൻലി കൊടുത്തേക്കുക. ബാക്കി പോർഷൻസിൽ ചെറിയ ലീവ്സ് സ്പ്രെഡ് ചെയ്ത് വന്നേക്കുന്നു. ദുപ്പട്ടയും നല്ല ഫാബ്രിക്സ് ആണ്. കണ്ടില്ലേ, അങ്ങനെ ഭയങ്കര സ്റ്റിഫും അല്ല, ഭയങ്കര ഫ്ലോയി അല്ല. എന്നാൽ ഇതേപോലെ നമ്മൾ ഇട്ടാൽ അതുപോലെ കിടക്കും. അതിനകത്തും നല്ല സിൽവറിൻ്റെ ഒരു ഗ്ലൂസി ഫിനിഷ് ഉണ്ട്. വീഡിയോയിൽ അത്രയും മനസ്സിലാവില്ലായിരിക്കും. ഇതിൽ ഫുള്ളും എല്ലാ കളേഴ്സിനും നല്ല രീതിയിൽ ആ സിൽവറിൻ്റെ ഒരു ഫിനിഷ് വരുന്നുണ്ട്. വിത്ത് സെയിം കളർ തന്നെയാണ് എൻ്റെ ബോട്ടം ആൻഡ് ഇന്നറും പെയർ ചെയ്തേക്കാം. ഇത് ഗ്രീൻ പേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഉണ്ട്. നെക്ക് കട്ട് ചെയ്യാൻ സ്പേസ് ഒക്കെ ഉണ്ട്. നല്ലൊരു വി പോലത്തെ, പക്ക വി അല്ല, അൺഈവൻ പാറ്റേണിലാണ് അതിൻ്റെ അതായത് ഈ ഫ്ലവറിൻ്റെ ബോർഡറൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ബോർഡർ ചെയ്തേക്കുന്നത്. ബാക്കി ഡീറ്റെയിലിംഗ് സെയിം. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1290 1290 ആണ് പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്ത്യക്ക് പുറത്തോട്ട് സർവീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 കളക്ഷൻസ് ബൾക്കായിട്ട് വേണമെങ്കിലും ഡിസ്പാച്ച് ചെയ്താൽ മതി. ഓർഡർ പ്ലേസ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിലും ഡിസ്പാച്ച് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനും ഇതിലൊരു വാട്സാപ്പ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുന്ന ഒരു റേറ്റൊക്കെ തരും. ഇതാണ് ലുക്ക്. സോ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ യെല്ലോയിൽ ഒരു ബ്രൗൺ ബ്ലണ്ടായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. കുറച്ച് റെയർ ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. വർക്ക് പാറ്റേൺസ് സെയിം. നിങ്ങൾക്ക് ഇതും വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. ഇതാണ് ലുക്ക് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ അതുപോലെ എന്തെങ്കിലും പാറ്റേൺസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മളെ ഇൻഫോം ചെയ്യുക. അതുപോലെ ഈ ഒരു അപ്കമിങ് ആയിട്ടുള്ള സീസണിൽ നിങ്ങൾ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്ന ഫാബ്രിക്സ്, ഇപ്പം കൂടുതലും എല്ലാവർക്കും ഹെവി പാർട്ടി വെയർ ആണ് വേണ്ടത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും ഹെവി വർക്ക് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. അതല്ലാത്ത കളക്ഷൻസും ഉണ്ട്. മിസ് ചെയ്ത വീഡിയോസ് കാണുക. താങ്ക്